നല്ല ക്രീമി ആയിട്ടുള്ള പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെൽക്കം ടു കുക്കിംഗ് റീൽസ്. പാസ്ത ഉണ്ടാക്കാനുള്ള റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം. 250 ഗ്രാംസ് പാസ്ത വേവിച്ചത്, 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 250 ml ഒരു ഫ്രഷ് ക്രീം, ഒറിഗാനോ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരട്ടെ, ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഗാർലിക് ഇവിടെ ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇപ്പം നന്നായിട്ട് ഇവിടെ വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ടൊമാറ്റോ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഇവിടെ പകുതി വേവായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള നമ്മളുടെ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ആഡ് ചെയ്തു. ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കും. ഇനി ഇതിൽ നിന്ന് തക്കാളിയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരേക്കും നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചതാണ്. നമ്മളുടെ മസാലയുടെയൊക്കെ മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. 250 ml ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീമിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ക്രീമി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.